ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു അട തയ്യാറാക്കാം കേട്ടോ. സാധാരണ രീതിയിലുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ മാവൊക്കെ കുഴച്ചിട്ടാണല്ലോ കൈകൊണ്ട് പരത്തിയിട്ടുണ്ടാക്കലും. ഇത് മാവ് കോരി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അടയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സിമ്പിളാണ്. അതായത് ഒട്ടും അടയൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ പച്ച തേങ്ങ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ പഴയ രീതിയിലൊക്കെ ഫില്ലിങ്സ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ കേട്ടോ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പോളം ശർക്കര ഉണ്ട് കേട്ടോ പൊടിച്ചത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ശർക്കരപ്പൊടി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയ്ക്ക് 1 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇപ്പോൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ അട കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു തേങ്ങയും ശർക്കരയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന പോലെ നമുക്ക് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇനിയും എന്തെങ്കിലും ചേർക്കണമെങ്കിൽ, അതായത് കാഷ്യൂനട്ട്, മുന്തിരി അല്ലെങ്കിൽ അവിൽ അതൊക്കെ ചേർക്കണമെങ്കിൽ ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഫില്ലിങ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി അടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പിൻ്റെ അടുത്ത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്. ഇങ്ങനെയൊക്കെ അട തയ്യാറാക്കുമ്പോൾ നല്ല വറുത്ത പൊടി എടുക്കാം കേട്ടോ, ഏറ്റവും നല്ലത്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ, ആ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടയ്ക്ക് പൊടി എടുക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കുഴച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് നമ്മളൊരു മാവ് രൂപത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അതായത് നമ്മൾ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ലപോലെ തിളച്ച വെള്ളമാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇത് കറക്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ നല്ലപോലെ സോഫ്റ്റായിട്ട് നമ്മൾ അട കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. ഇതില്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. അപ്പോൾ ചൂടായിട്ടുള്ള നല്ല മാവല്ലേ, അപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചില പൊടികൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടായിട്ട് വരും കേട്ടോ. ഈ ഒരു പൊടി അങ്ങനെയാണ്, നമ്മൾ എടുത്തതിനേക്കാളും ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഇതാ നെയ്യൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് വേണം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം കണ്ടതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ കോരി ഒഴിച്ചാൽ ഇങ്ങനെ നല്ലപോലെ ലൂസാവരുത്, പിന്നെ അതുപോലെ തന്നെ നല്ല ടൈറ്റും ആവരുത്. നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ അട കറക്റ്റായിട്ട് കിട്ടൂല, നല്ലപോലെ സോഫ്റ്റായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം കിട്ടാനും. അതായത് നമ്മൾ ഇലയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇലയിൽ നിന്ന് ഒരിക്കലും പരന്ന് പോകരുത്. ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു തവിയുണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഇനി നമുക്ക് അട തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു വാഴയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇല. അതായത് നമ്മൾ മടക്കി എടുക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. നമ്മൾ ദോശയൊക്കെ പരത്തുമല്ലോ, അതുപോലെ ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇലയുടെ 2 സൈഡിലേക്കും കൂടുതലായിട്ട് പോകരുത് കേട്ടോ. ഇതുപോലെ വേണം ഒന്ന് പരത്തിയെടുക്കാൻ. ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ചെറുതായിട്ടൊരു കട്ടി വേണം കേട്ടോ.
ഇതുപോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ തവി വെച്ചിട്ടൊന്നിങ്ങനെ ദോശ പരത്തണ പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു അട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എണ്ണ ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് 2 3 ആകുമ്പോഴത്തേക്കും നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. ഇത് മാവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറേ നേരം നമ്മൾ വാഴയിലയിൽ വെക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. എത്ര നമ്മൾ ടൈറ്റാക്കിയാലും അത് വാഴയിലയിൽ മടക്കി വെച്ചിക്കല്ലേ, അപ്പോൾ ഒന്നിങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ 2 3 എണ്ണം ആകുമ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് വശത്തേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്കും കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതൊന്നും കൂടുതലായിട്ട് നേരം വെക്കുന്നില്ല കേട്ടോ, നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ സ്റ്റൗവിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്യണം. അപ്പോഴേ നല്ലപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആദ്യം 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 3 എണ്ണം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഈ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം വേണം ഇത് കഴിക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഉണ്ടോ, ഇപ്പോൾ ഒട്ടണമൊന്നുമില്ല കേട്ടോ, നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുക്കണം, അല്ലെങ്കിൽ ചില പൊടികളൊക്കെ നല്ല പോലെ ഒട്ടും. അപ്പോൾ അത് അടയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ടും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മാവൊന്നും കുഴക്കാതെ നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷുവിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, മാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ലൂസ് ആവാതെ ശ്രദ്ധിക്കണം. എന്നാൽ അധികം ടൈറ്റും ആവരുത്. നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് അട കിട്ടൂല. നമ്മൾ അട തയ്യാറാക്കിയിട്ട് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ മാവ് ഒലിച്ചിറങ്ങിയിട്ട് കറക്റ്റായിട്ട് കിട്ടൂല. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്രത്തോളം വെള്ളം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒരു പകുതിയോളം ചൂടായാൽ മതി കേട്ടോ. നല്ല വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല ഗോതമ്പ് പൊടിയാണെങ്കിൽ. ഈ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.